പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മീറ്ററൊന്നുമില്ല. അവർ ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും. കാരണം അവർ കയറുമ്പോൾ പറയും. അതുകൊണ്ട് അവർ പറയുന്നത് ചോദിക്കുന്നത് ഭയങ്കര കത്തി റേറ്റാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂബർ എന്തെങ്കിലും ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ റാപ്പിഡോ ഒലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്താൽ അതിൽ പോകുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് അത്രയും കാശ് കൊടുക്കേണ്ടി വരില്ല, റീസണബിൾ ആയിരിക്കും. ഇവർ നല്ല കാശ് വയ്ക്കും. പിന്നെ എന്താണ്, പിടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നമ്മൾ ചെന്ന് വെളിയിൽ വീണാലും ഇവരറിയില്ല. കാരണം ഇവരുടെ 2 ചെവിക്കകത്ത് ഇയർഫോണാണ് കുത്തി വെച്ചിരിക്കുക. പിന്നെ ആരോടൊക്കെയോ ഇങ്ങനെ സംസാരിക്കും. ഇയർഫോൺ വെച്ചിരിക്കുന്നത് അവരെന്താണെന്ന് വെച്ചാൽ അവർക്ക് ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ എല്ലാവരും യാത്ര ചെയ്യുക. അപ്പം ലൊക്കേഷൻ മാപ്പ് ഇടാത്ത ഒരു വണ്ടി ഇവിടെ ഇല്ല. എല്ലാ ഓട്ടോറിക്ഷകളും അങ്ങനെ പോകാം. അപ്പോൾ നമ്മളും അത് ശീലിച്ചു വരും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ലൊക്കേഷൻ ഇട്ടിട്ട് പോകുന്നത്. കാരണം ഇവിടേക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കുറേ ക്രോസ് റോഡുകളുണ്ട്. ഫസ്റ്റ് ക്രോസ് റോഡ്, സെക്കൻഡ് ക്രോസ് റോഡ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ വഴി തെറ്റാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇയർഫോൺ വെച്ച് ലൊക്കേഷൻ ഇട്ടിട്ടൊക്കെ തന്നെ പോകുന്നത്. പക്ഷേ ഇവർ ഇയർഫോൺ വെക്കുന്നത് ലൊക്കേഷൻ്റെ കേൾക്കാനില്ല, അവർ വേറെ ആരോടെങ്കിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഭാഗ്യത്തിന് നമുക്ക് കന്നഡ അറിയാത്ത കൊണ്ട് അവർ പറയുന്നത് മനസ്സിലാവില്ല, അതവർക്കും അറിയാം. ഇങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അത് വിശേഷമാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് ശരിക്കും പറഞ്ഞാൽ റോക്കറ്റിനേക്കാളും സ്പീഡാണ്. പക്ഷേ ഒന്നും സംഭവിക്കില്ല കേട്ടോ. അത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് കൊണ്ട് എത്തിച്ചേരും.